വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? പലപ്പോഴും നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ സ്വയം അളക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണാറുമുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഈ ലോകത്ത് അമൂല്യരാണ്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം നിങ്ങളെ സവിശേഷമാക്കുന്നു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതോടൊപ്പം ഈ അവസ്ഥയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും നമുക്ക് പരിശോധിക്കാം. ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർ നമ്മളെ വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ഇത് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വയം മതിപ്പിനെയും ബാധിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിന് മനഃശാസ്ത്രപരമായ ചില ഉത്തരങ്ങളുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കം സങ്കീർണമായ ഒരു സംവിധാനമാണ്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ഓരോ ചലനവും മറ്റുള്ളവരിൽ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നു. ഈ പ്രതികരണങ്ങളാണ് പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ അധ്യായത്തിൽ ആളുകൾ നമ്മളെ നിസ്സാരമായി കാണാനുള്ള 9 പ്രധാന കാരണങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ മറികടക്കാമെന്നും വിശദമായി ചർച്ച ചെയ്യുന്നു. ഓരോ കാരണവും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളിലൂടെയും പ്രായോഗികമായ ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ആത്മവിശ്വാസക്കുറവ്. ആളുകൾ നമ്മളെ നിസ്സാരമായി കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ്. ആത്മവിശ്വാസമില്ലായ്മ ഒരു നിഴൽ പോലെ നമ്മെ പിന്തുടരുന്നു. എനിക്ക് കഴിയില്ല, ഞാൻ അതിനൊന്നും പോരാ, ഞാൻ ഇതിന് അർഹനല്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണാൻ പ്രേരിപ്പിക്കുന്നു. ഈ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളിലും സംസാരത്തിലും പ്രതിഫലിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നാം ദുർബലരാണ് എന്ന സന്ദേശം നൽകുന്നു. ആത്മവിശ്വാസം കുറഞ്ഞ ഒരാൾ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ശരീരഭാഷയിലും സംസാരത്തിലും അത് പ്രകടമാകും. ശബ്ദത്തിലെ വിറയൽ, കണ്ണിൽ നോക്കാതെയുള്ള സംസാരം, കൂനിക്കൂടിയുള്ള നിൽപ്പ്, ഇതെല്ലാം മറ്റുള്ളവരിൽ ഒരു നെഗറ്റീവ് മതിപ്പുണ്ടാക്കും. മനഃശാസ്ത്രപരമായി ആത്മവിശ്വാസം എന്നത് ഒരു കാന്തിക ശക്തി പോലെയാണ്. അത് നമ്മളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഒരു പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ലോകം നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുമെന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, അവയെ തിരിച്ചറിയുക. ചെറിയ കാര്യങ്ങളിൽ പോലും സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ: നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയുക. നിങ്ങൾ എന്താണ് നന്നായി ചെയ്യുന്നത് എന്ന് കണ്ടെത്തുക. നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ ശീലമാക്കുക. എനിക്ക് കഴിയും എന്ന് സ്വയം പറയുക. ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. പെട്ടെന്ന് നേടാവുന്ന ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. അത് നേടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും. ശരീരഭാഷ ശ്രദ്ധിക്കുക. നിവർന്നു നിൽക്കുക. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. പുഞ്ചിരിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ കാരണം ശരീരഭാഷയാണ്. നമ്മുടെ ശരീരഭാഷ നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. നമ്മൾ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. കൂനിക്കൂടിയുള്ള നിൽപ്പ്, ചുമലുകൾ താഴ്ത്തിപ്പിടിച്ചുള്ള നടപ്പ്, കണ്ണിൽ നോക്കാതെയുള്ള സംസാരം, മുറുമുറുക്കിയുള്ള ചുണ്ടുകൾ, ഇതൊക്കെ ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണങ്ങളായി വ്യാഖ്യാനിക്കപ്പെടാം. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ദുർബലരായി ചിത്രീകരിക്കാൻ ഇത് കാരണമാകും. മനഃശാസ്ത്രപരമായി നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. ആത്മവിശ്വാസമുള്ള ഒരാൾ നിവർന്നു നിൽക്കുകയും മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയും തുറന്ന പുഞ്ചിരിയോടെ പെരുമാറുകയും ചെയ്യും. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് നിങ്ങളെക്കുറിച്ച് നല്ലൊരു പ്രതിച്ഛായ നൽകാൻ സഹായിക്കും. മനഃശാസ്ത്രജ്ഞനായ ആമി കഡ്ഡി തൻ്റെ പ്രശസ്തമായ പ്രസംഗത്തിൽ
പവർ പോസിംഗ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരഭാഷയെ മാറ്റുന്നതിലൂടെ ആന്തരികമായി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അത് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണയെ സ്വാധീനിക്കുമെന്നും അവർ പറയുന്നു. ദിവസവും കുറച്ചു നേരം നിവർന്നു നിന്ന് കൈകൾ ശരീരത്തിൽ നിന്ന് അകറ്റി നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്താൻ സഹായിക്കും. ശരീരഭാഷ മെച്ചപ്പെടുത്താനുള്ള ചില മാർഗങ്ങൾ: നിവർന്നു നിൽക്കുക, ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ഇത് നിങ്ങൾ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്കും. പുഞ്ചിരിക്കുക, ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. ചലനങ്ങൾ നിയന്ത്രിക്കുക, അനാവശ്യമായ കൈകാലുകളുടെ ചലനങ്ങൾ ഒഴിവാക്കുക, ശാന്തമായി പെരുമാറുക. മൂന്നാമത്തെ കാരണം സംസാരത്തിലെ വ്യക്തത കുറവാണ്. നിങ്ങളുടെ സംസാരത്തിലെ വ്യക്തതയും ആർജവവും നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കും. ചിതറിയ സംസാരം, അവ്യക്തമായ വാക്കുകൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ശൈലികൾ, അനാവശ്യമായ നീട്ടിച്ചൊല്ലലുകൾ ഇവയെല്ലാം നിങ്ങളെക്കുറിച്ച് ഒരു സംശയത്തിനിടയാക്കും. നിങ്ങൾ പറയുന്നത് കൃത്യമായി മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ കാര്യമായി എടുക്കാൻ മടിക്കും. മനഃശാസ്ത്രപരമായി ആശയവിനിമയത്തിലെ കൃത്യത നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്ത് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. പറയാനുള്ള കാര്യങ്ങൾ ലളിതമായും വ്യക്തമായും ചുരുങ്ങിയ വാക്കുകളിലും അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ആശയവിനിമയം ഒരു കലയാണ്. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. സംസാരശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പുസ്തകങ്ങൾ വായിക്കുക, പൊതുവേദികളിൽ സംസാരിച്ച് പരിശീലിക്കുക, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് നിങ്ങളുടെ ശരീരഭാഷയും സ്വരവും മെച്ചപ്പെടുത്തുക. നല്ല ആശയവിനിമയ ശേഷിയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ശൈലികൾ അനുകരിക്കാൻ ശ്രമിക്കുക. സംസാരത്തിലെ വ്യക്തത വർദ്ധിപ്പിക്കാനുള്ള ചില മാർഗങ്ങൾ: വിഷയത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി. നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം. ലളിതമായ ഭാഷ ഉപയോഗിക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ സംസാരിക്കുക. ശബ്ദത്തിൽ വ്യക്തത വരുത്തുക. ശബ്ദം വളരെ താഴ്ത്തിയോ ഉയർത്തിയോ സംസാരിക്കാതിരിക്കുക. സംസാര വേഗത നിയന്ത്രിക്കുക. വളരെ വേഗത്തിലോ പതുക്കെയോ സംസാരിക്കാതിരിക്കുക. വാക്കുകൾക്ക് വ്യക്തത നൽകാൻ ആവശ്യമായ സമയം നൽകുക. നാലാമത്തെ കാരണം അമിതമായ വിനയമാണ്. വിനയം ഒരു നല്ല ഗുണമാണ്. എന്നാൽ അമിതമായ വിനയം പോലും നമ്മളെ നിസ്സാരരാക്കാൻ ഇടയാക്കാറുണ്ട്. അതിനത്രയൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെയുള്ള നമ്മുടെ വാക്കുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കഴിവുകളെയും നേട്ടങ്ങളെയും തരം താഴ്ത്തി കാണിക്കുന്നു. ഇത് മറ്റുള്ളവരിൽ നമ്മൾ ദുർബലരാണെന്നോ നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസമില്ലെന്നോ ഉള്ള ധാരണയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ആരോഗ്യകരമായ ആത്മവിശ്വാസം എന്നത് അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവുകളെയും നേട്ടങ്ങളെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ മടിക്കരുത്, എന്നാൽ അത് വിനയത്തോടെ ആവണം. നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം പുറത്തു വരണമെങ്കിൽ അവർക്ക് സ്വയം അംഗീകരിക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ്. അമിതമായ വിനയം ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ: നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ നേടിയ വിജയങ്ങളെക്കുറിച്ച് അഭിമാനിക്കുക. പോസിറ്റീവ് ഭാഷ ഉപയോഗിക്കുക. ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇത് ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് പറയുക. മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക. ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിച്ചാൽ അത് വിനയത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുക. സ്വയം വില കുറച്ച് സംസാരിക്കാതിരിക്കുക. ഞാനൊരു സാധാരണക്കാരനാണ് എന്നോ എനിക്കിതൊന്നും വലുതല്ല എന്നോ പറയുന്നത് ഒഴിവാക്കുക. അഞ്ചാമതായി അമിതമായ സംസാരമാണ്. ചില ആളുകൾക്ക് എപ്പോഴും സംസാരിക്കാനുള്ള പ്രവണതയുണ്ടാകും. എന്നാൽ അമിതമായ സംസാരം, പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നത് മറ്റുള്ളവരിൽ മോശമായ അഭിപ്രായമുണ്ടാക്കും. നിങ്ങൾക്കെല്ലാം അറിയാം എന്നൊരു ധാരണ മറ്റുള്ളവരിൽ ഇത് ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആളുകൾക്ക് ബോറടിക്കാൻ ഇത് ഇടയാക്കും. പ്രധാനപ്പെട്ട ചർച്ചകളിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വില നൽകാതെ വരാനും ഇത് കാരണമാകാം. സംസാരിക്കുന്നത് വെള്ളിയാണ്, മൗനം സ്വർണമാണ് എന്നൊരു ചൊല്ലുണ്ട്. ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കുക. ഇത് നിങ്ങളെ കൂടുതൽ ഗൗരവമുള്ള വ്യക്തിയായി
മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കും. അമിതമായ സംസാരം നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങൾ: മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ശ്രമിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. സംസാരത്തിനിടയിൽ മൗനം പാലിക്കുക. ഇടയ്ക്കിടെ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ സംസാരത്തിന് കൂടുതൽ ഗൗരവം നൽകും. ആറാമത്തെ കാരണം വസ്ത്രധാരണത്തിലെ ശ്രദ്ധക്കുറവാണ്. നിങ്ങളുടെ വസ്ത്രധാരണവും ഒരു പ്രധാന ഘടകമാണ്. ആദ്യ കാഴ്ചയിലെ മതിപ്പ് എന്നത് വളരെ പ്രധാനമാണ്. വൃത്തിയില്ലാത്തതോ തേയ്ക്കാത്തതോ അല്ലെങ്കിൽ സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്തതോ ആയ വസ്ത്രധാരണം നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ടാക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ല എന്നൊരു സന്ദേശം ഇത് നൽകാൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രപരമായി നമ്മൾ സ്വയം എങ്ങനെയാണോ കാണുന്നത് അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കും. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്തും പൊതുവിടങ്ങളിലും നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരിൽ നല്ലൊരു മതിപ്പുണ്ടാക്കുകയും ചെയ്യും. വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: സാഹചര്യത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കുക. നിങ്ങൾ പോകുന്ന സ്ഥലത്തിനും അവസരത്തിനും അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വൃത്തിയില്ലാത്തതോ തേയ്ക്കാത്തതോ ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്കിണങ്ങുന്ന നിറങ്ങളും സ്റ്റൈലുകളും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ശരീരത്തിനും വ്യക്തിത്വത്തിനും ഇണങ്ങുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വസ്ത്രത്തിന് അനുയോജ്യമായ ആക്സസറികൾ, വാച്ച്, ആഭരണങ്ങൾ, ഷൂസ് ഉപയോഗിക്കുക. ഏഴാമത്തെ കാരണം സ്വയം വിലയിരുത്താതിരിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും സ്വയം വിലയിരുത്താതിരിക്കുക എന്നത് നിങ്ങളെ നിസ്സാരനാക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളെക്കുറിച്ച് അറിയാതെ പോകുന്നത് നമ്മളെ ആരെങ്കിലും വില കുറച്ച് കാണുന്നതിനും ഒരു കാരണമായി തീരും. എനിക്ക് എന്ത് കഴിവ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഓരോ വ്യക്തിയും ഓരോ ലോകമാണ്. ആ ലോകത്തിന്റെ സൗന്ദര്യം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ പോലും ആഘോഷിക്കുക. ഇത് നിങ്ങളിൽ പുതിയ ഊർജം നിറയ്ക്കും. സ്വയം വിലയിരുത്താനുള്ള ചില മാർഗങ്ങൾ: നിങ്ങളുടെ കഴിവുകൾ എഴുതി വയ്ക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന് എഴുതി വയ്ക്കുക. അത് ചെറുതായാലും വലുതായാലും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്താണ് അഭിപ്രായമെന്ന് വിശ്വസനീയരായ ആളുകളോട് ചോദിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സഹായിക്കും. സ്വയം അഭിനന്ദിക്കുക. നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ പോലും അഭിനന്ദിക്കുക. ഓരോ നേട്ടവും ഒരുപടി മുന്നോട്ടുള്ള പ്രയാണമാണ്. എട്ടാമത്തെ കാരണം അമിതമായ ആശ്രയത്വമാണ്. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് നമ്മളെ ദുർബലരാക്കും. ഓരോ കാര്യത്തിനും മറ്റൊരാളുടെ സഹായം തേടുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെടാം. ഇത് നിങ്ങളെ ഒരു ആശ്രിത വ്യക്തിയായി ചിത്രീകരിക്കും. അത് നിങ്ങളെ നിസ്സാരരാക്കാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ സഹായം തേടുന്നത് തെറ്റല്ല, എന്നാൽ അതൊരു ശീലമാക്കി മാറ്റരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അമിതമായ ആശ്രയത്വം ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ: സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക. ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക. പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ സഹായം തേടുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക. സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുക. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ സഹായം ചോദിക്കുന്നത് കുറയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക. ഒൻപതാമത്തെ കാരണം അമിതമായ ദേഷ്യമാണ്. അമിതമായ ദേഷ്യം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മോശമായി ബാധിക്കുന്ന ഒന്നാണ്. എപ്പോഴും ദേഷ്യപ്പെടുന്നവരെയും പെട്ടെന്ന് പ്രകോപിക്കുന്നവരെയും മറ്റുള്ളവർ ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഒരു കാര്യത്തിലും നിയന്ത്രണമില്ലാത്ത വ്യക്തിയാണ് എന്ന് ഇത് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും. ദേഷ്യം നിങ്ങളുടെ ചിന്താശേഷിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ഇല്ലാതാക്കും.
ദേഷ്യം വരുമ്പോൾ ശാന്തമായി പ്രതികരിക്കാൻ പഠിക്കുക. ദേഷ്യം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ പരിശീലിക്കുക. യോഗ, ധ്യാനം, ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ എന്നിവ ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും. എപ്പോഴും ശാന്തനായി സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ ഒരു പക്വതയുള്ള വ്യക്തിയായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കും. ദേഷ്യം നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങൾ: ഒന്നാമതായി, ദേഷ്യം വരുമ്പോൾ ശ്വാസം നന്നായി എടുക്കുക. ദേഷ്യം വരുമ്പോൾ ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ദേഷ്യം വരുമ്പോൾ മാറി നിൽക്കുക. ദേഷ്യം വരുമ്പോൾ മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നത് ദേഷ്യം നിയന്ത്രിക്കുവാൻ സഹായിക്കും. ദേഷ്യം വരുമ്പോൾ സംസാരിക്കാതിരിക്കുക. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുക. യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുക. ഓർക്കുക, നിങ്ങളുടെ മൂല്യം മറ്റൊരാൾ നൽകുന്ന അംഗീകാരത്തിലല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു എന്നത് എൻ്റെ പ്രശ്നമല്ല, ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് എൻ്റെ പ്രശ്നം. മഹാത്മാക്കളുടെ ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ രൂപം ഇവയെല്ലാം നിങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ ലോകം നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ. ഓരോ നിമിഷവും നിങ്ങളുടെ കഴിവുകളെ സ്വയം അംഗീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ തിളക്കം ലോകത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുക. നിങ്ങളെ ആരും നിസ്സാരമായി കാണില്ല, കാരണം നിങ്ങൾ അമൂല്യരാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.